ഹലോ എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും നിഫ്റ്റി എത്രത്തോളം സെല്ലിംഗ് പ്രഷറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതായത് നമ്മൾ ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എങ്ങനെ ട്രൈ ചെയ്താലും ബുൾസ് എത്ര ട്രൈ ചെയ്താലും ഹയർ ലെവലിൽ സസ്റ്റെയിൻ ചെയ്യാതെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള സെല്ലിംഗാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം മാത്രം മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതൊരു ടെമ്പററി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ നമ്മൾ എങ്ങനെയാണ് പൊസിഷൻസ് കീപ്പ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മാർക്കറ്റിനെ എങ്ങനെ മൂവ് ചെയ്യാനുള്ള ചാൻസ് ആണ് ഉള്ളത്. അതായത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ ഡാറ്റയും അനാലിസിസ് എല്ലാം കൂടെ കഴിയുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, എന്തൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇനി എക്സ്പെക്റ്റ് ചെയ്യാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എന്താണെങ്കിൽ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ എനിക്ക് കാണിച്ചു തരാനുള്ള ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി ഇതിപ്പോൾ മന്ത്ലി, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെ മന്ത് ബേസിൽ എങ്ങനെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും നടത്തിയിട്ടുള്ള ആക്ടിവിറ്റി എന്നുള്ളതാണ്, ക്യാഷ് മാർക്കറ്റിൽ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് DIIs എന്ന് കാണിക്കുന്നത് ഇന്ത്യൻ്റെ ഉള്ളിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം നമ്മൾ ഫോറിനേഴ്സിനെ നോക്കുന്നുണ്ടെങ്കിൽ 35,000 കോടി, 15,000 കോടി, ഒരു മാർച്ചിൽ മാത്രം 3,000 കോടി, അതിനുശേഷം വീണ്ടും 35,000 കോടി. ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞ് മെയ്യിലുള്ള ഡാറ്റ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഓൾമോസ്റ്റ് 24 CR ഒക്കെ ആയിട്ടുണ്ട്, 24,000 CR ആയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ മന്തിനേക്കാളും എത്രയോ മുകളിലായിരിക്കും ഈ മന്തിലെ സെല്ലിംഗ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് ഓവറോൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് കുറേ സമയം കഴിയും തോറും സെല്ലിങ്ങിൻ്റെ ഫോഴ്സ് കൂടുകയാണ്, അല്ലെങ്കിൽ സെല്ലിങ്ങിൻ്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ ബൈയിങ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ മന്തിൽ അവർ അത്രത്തോളം പെർഫോം ചെയ്തിട്ടില്ല. കാരണം അതിൻ്റെ ഡാറ്റയാണ് ഇവിടെ കിടന്നത്. ഇത് ഡേ ബേസ്ഡ് ആണ്, അതായത് മെയ് 2, 3, 6, 7, 8, 9 ഈ ഒരു ഡേയിലുള്ള സെല്ലിംഗ് ആണ് കാണിക്കുന്നത്. അപ്പം ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഫോറിനേഴ്സാണ് സെല്ല് ചെയ്തതിനനുസരിച്ച് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സെല്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്രത്തോളം ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ചിട്ടുള്ള അതിനേക്കാളും സെല്ലിങ് നമുക്ക് ഫോറിനേഴ്സിൻ്റെ അടുത്ത് നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് സെല്ലിംഗ് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളപ്പോൾ ഉള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ റീറ്റെയിലേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ മ്യൂച്വൽ ഫണ്ടിലും അതുപോലെ തന്നെ ഈ ഇൻഷുറൻസിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് എല്ലാ മന്തും ഓൾമോസ്റ്റ് റിപ്പോർട്ട് കണ്ടത് ഓൾമോസ്റ്റ് 20,000 CR ആണ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ആ 20,000 CR എല്ലാ മന്തും റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കിട്ടും. അത് വെച്ചിട്ടാണ് ഇവർ മാർക്കറ്റിൽ ഇങ്ങനെ പമ്പിങ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ 20,000 crore എന്നല്ല ഈ FISന് സെല്ലിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ കൂട്ടി കൊണ്ടുവരണം. അവിടെ എത്ര നമ്മൾ ബൈയും കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് തന്നെ ക്വാണ്ടിറ്റി അവർ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു തരത്തിലും ഇന്ത്യൻ മാർക്കറ്റിൽ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണ്ട എന്ന് തീരുമാനിച്ച പോലെയാണ് അവരുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കണ്ടു, മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പേടിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇത്രയും കാലം നമ്മൾ റീറ്റെയിലേഴ്സിൻ്റെ പൈസ വെച്ചിട്ട് അങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഇനി റീറ്റെയിലേഴ്സിൻ്റെ പൈസ കിട്ടിയാലും നമ്മൾ കുറച്ച് പേടിക്കേണ്ടതുണ്ട്. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ നമ്മൾ ഒരു 20,000 rupees സാലറിയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ഈ 20,000 rupees സാലറിയുള്ള ഒരാൾ ഏകദേശം ഒരു 15,000 രൂപ അവരുടെ ചിലവൊക്കെ കഴിഞ്ഞ് 5,000 രൂപ ഈ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ടിലും ബാക്കിയുള്ള രീതിയിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഈ ഇൻഫ്ലേഷൻ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ ഇവർക്ക് ചിലവ് കൂടുന്ന സിറ്റുവേഷൻസ്, അതായത് ഒരാളെ പോയിന്റ് ഓഫ് വ്യൂ അല്ല പറയുന്നത്, ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇൻഫ്ലേഷൻ അങ്ങനെ എഫക്റ്റ് ചെയ്യും. ഇൻഫ്ലേഷൻ കൂടി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും റീസൺ കാരണം ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഈ പറഞ്ഞ പോലെ 20,000 രൂപ കയ്യിലുണ്ടായിരുന്ന ഒരാൾ 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അവർ 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരിക. അതായത് ഇൻഫ്ലേഷൻ കാരണം, ഞാനൊരു എക്സാമ്പിൾ ഇൻഫ്ലേഷൻ തന്നെ എടുക്കാം. ഇപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ, അതായത് 15,000 രൂപ വെച്ചിട്ട് ചിലവ് നടത്താൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു, ഒരു 18,000 രൂപയ്ക്ക് ചിലവിന് വേണ്ടി മാറ്റി വെക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കുറയും.
അപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവർ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ചിലപ്പോൾ പകുതിക്കായിട്ട് കുറയും. അപ്പോൾ 20,000 കോടി മാർക്കറ്റിൽ മാസം മാസം വന്നുകൊണ്ടിരുന്നത് ഒരു 10,000 കോടിയോ 15,000 കോടിയിലൊക്കെ മാറിക്കഴിഞ്ഞാൽ അത് മാർക്കറ്റിൽ ഒരു വൊളാറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യും. അതായത് ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് നമുക്ക് ബൈ ചെയ്യാനില്ലാത്ത സിറ്റുവേഷൻസ് വന്നേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. അതൊന്ന്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വരികയാണ്. ഫോർ എക്സാമ്പിൾ, അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കൊറോണയുടെ സിറ്റുവേഷനിൽ നമ്മളെ സേവിങ്സൊക്കെ നമ്മൾ എടുത്ത് നമ്മുടെ എക്സ്പെൻസ് വഹിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ എമർജൻസി ഫണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം നമ്മൾ സേവ് ചെയ്യുന്നത്. പക്ഷേ അത്തരത്തിലുള്ള എമൗണ്ടുകൾ അല്ലെങ്കിൽ എല്ലാവർക്കും ആ എമർജൻസി ഫണ്ട് ആ ഒരു രീതിയിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെന്നില്ല. പൊതുവെ ആളുകളൊക്കെ ജസ്റ്റ് മ്യൂച്വൽ ഫണ്ടിലോ അങ്ങനെ അതിലൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടാവാം, മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് ക്ലെയിം ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരികയാണ്. അത്തരത്തിൽ നമുക്ക് എമർജൻസി, ഞാനൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, ഒരാൾക്ക് മാത്രമല്ല. ഇപ്പോൾ ഒരാൾക്ക് സംഭവിക്കുന്നത് പോലെ തന്നെ ഇപ്പം കൊറോണയൊക്കെ ഒരു ക്രൗഡിനാണ് സംഭവിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഫോൾ നമ്മൾ കാണേണ്ടി വരും. വളരെ ഡ്രാസ്റ്റിക് ആയിരിക്കും. കാരണം ഇപ്പോൾ ഹർഷത് മേത്തൻ്റെ സിറ്റുവേഷൻസൊക്കെ നമുക്കറിയാം. എങ്ങനെയാണ് ഈ ഹർഷത് മേത്ത ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കമ്പനിയുടെ വാല്യുവേഷനേക്കാളും കൂടുതൽ ഫണ്ടാണ്, അല്ലെങ്കിൽ വാല്യുവേഷനിൽ എത്രയാണോ അതിൻ്റെ പ്രൈസ് നിൽക്കേണ്ടത് അതിൻ്റെ എത്രയോ മുകളിലായിരുന്നു ആ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വാല്യുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഇത്രയും മുകളിലോട്ട് പോകേണ്ട ആവശ്യമില്ല സ്റ്റോക്കുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു വട്ടം RBI നമ്മുടെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടൊന്നും മാർക്കറ്റ് ഫോളോ ആയിട്ടില്ല. പക്ഷേ എങ്കിലും അതിലൊരു ഫാക്റ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് എത്ര കാലം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകും, അല്ലെങ്കിൽ ഇത്ര കാലം നമ്മളിങ്ങനെ പമ്പ് ചെയ്ത് കൊണ്ട് പോകുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെയാണ് നമ്മുടെ ഈ ഒരു ഇഷ്യൂ ഒക്കെ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാസം മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണോ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം വരുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നത്, അപ്പോൾ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഫോളോ ആയിരിക്കും. അത് ബൈ ചെയ്യാൻ ആരുണ്ടാവില്ല. കാരണം ഓവർ വാല്യൂഡ് ആണ് ഓൾറെഡി. ഈ ഓവർ വാല്യൂഡ് ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ റിസ്ക്കിയാണ്. ഈ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടുണ്ട്. അവർക്ക് വേറെ കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ. ഓവർ വാല്യൂഡ് അല്ലാത്ത സേഫസ്റ്റ് ആയിട്ടുള്ള വേയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്രയും റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ഫോറിനേഴ്സിൻ്റെ സെല്ലിങ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതായത് ഉള്ളുപൊള്ളായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ഇന്ത്യയിൽ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവരുടെ ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഉള്ളുപൊള്ളയായിട്ടുള്ള ഈ ഒരു ബബിളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ നമ്മൾ സീറോയിലേക്ക് പോകും. സീറോ മീൻസ് ഞാനൊരു ഇതിൽ പറഞ്ഞാണ് ഓൾമോസ്റ്റ് ഒരു 50% എങ്കിലും കറക്റ്റ് ആവും. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വലിയ രീതിയിലുള്ള നഷ്ടത്തിലേക്ക് പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇന്ന് തന്നെ പോയിട്ട് എക്സിറ്റ് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതല്ല. ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് നിങ്ങളൊരു 1 or 2 ഇയേഴ്സിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് കാണുന്ന ഏതെങ്കിലും സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ, അതായത് കുറച്ച് കാലം കൂടെ ഹോൾഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വെരി ലോങ് ടേമിനല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. നല്ല പ്രോഫിറ്റ് കിട്ടിക്കിടക്കുന്ന സ്റ്റോക്ക്, ഓക്കെ, ചില സ്റ്റോക്കുകൾ ഉണ്ടാകും നമ്മളെ പ്രോഫിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ആ സ്റ്റോക്കിൽ നമ്മളിപ്പം റിസൾട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ കോർപ്പറേറ്റ് റിസൾട്ട് പുറത്ത് വിടുമ്പോഴോ വലിയ ഗ്രോത്ത് ഒന്നും കാണിക്കുന്നുമില്ല. അങ്ങനത്തെ സ്റ്റോക്കുകൾ നോട്ട് ചെയ്തോ എക്സിറ്റ് ചെയ്തു പോയി പ്രോഫിറ്റ് ബുക്ക് ചെയ്തോ. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കിന് അതിൻ്റേതായിട്ടുള്ള വാല്യൂ ലോങ് ടേമിലേക്ക് ഉണ്ടാവുമെന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിച്ചാൽ അത് ഇനിയും പോകുമെന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് പോകരുത്. അതിന് പകരം ആ കമ്പനിയുടെ ഫണ്ടമെൻറ്റൽസിനെ കുറിച്ച് പഠിക്കേണ്ടത് അത്യാവശ്യമായിട്ടുണ്ട്. ടെക്നിക്കൽസ് നോക്കരുത്, ചെയ്യരുത്. നിങ്ങൾ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് നിങ്ങൾ ഷോർട്ട് ടേമിൻ്റെ കാര്യമല്ല പറയുന്നത്, ലോങ് ടേമിൻ്റെ കാര്യമാണ് പറയുന്നത്. ഷോർട്ട് ടേം അനാലിസിൽ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് തന്നെയാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള എൻട്രീസ് കിട്ടുക. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ ഫണ്ടമെൻറ്റൽസ് നോക്കേണ്ടത് നിർബന്ധമാണ്. നമ്മൾ ഒരുപാട് പേര് ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ ഫണ്ടമെൻറ്റൽസ് ചെക്ക് ചെയ്തിട്ട് അത് വാല്യൂബിൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ അല്ലാത്ത സ്റ്റോക്കുകളിൽ നിങ്ങൾ പൊസിഷൻസ് കുറക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ചെയ്ത് ഒഴിവാകുകയും ചെയ്യുക. പ്രോഫിറ്റ് മാക്സിമം ബുക്ക് ചെയ്ത് സേഫ് ആക്കുക പൈസ എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇത് വളരെ പെട്ടെന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ സംഭവിക്കുക. ഒരൊറ്റ സിംഗിൾ ഡേയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂസ് വന്ന് കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇമോഷൻസ് വളരെ പെട്ടെന്ന് വർക്കാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാനുള്ള മൂഡ് പോലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്തെങ്കിലും പെട്ടെന്ന് ന്യൂസ് വന്നു കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ ആ 1 ലക്ഷം രൂപ ചിലപ്പോൾ 80,000 അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ചിലപ്പം 80,000 70,000 ഒക്കെ ആവും.
അതുകൊണ്ട് പെട്ടെന്ന് ഡൗൺ ആകുമ്പോൾ നമുക്ക് ആ ഒരു പോയിന്റിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയും പ്രോഫിറ്റിൽ നിന്നിട്ടുണ്ടായിരുന്നൊരു ഹോൾഡിങ്സ് ഞാൻ ഇത്രയും ലോസിൽ എക്സിറ്റ് ചെയ്യണോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് പെട്ടെന്ന് നമുക്ക് അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി വന്നിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ തോന്നില്ല. എന്നിട്ട് പിന്നെ വീണ്ടും താഴോട്ട് പോകും. പിന്നെ 60,000 ആവും, 60,000 ആവും, 50,000 ആവും, 40,000, 30,000 ഒക്കെ ആകുമ്പോഴേക്കും ഓക്കെ ഇത് ഇനിയിപ്പോൾ കയറി പോകില്ല. അപ്പോഴേക്കും നമ്മൾ ഓപ്പൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, എത്ര താഴോട്ട് വന്നാലും തിരിച്ചു കയറും, എത്ര പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് തിരിച്ചു കയറും, അങ്ങനെയൊക്കെ നമുക്കിപ്പോൾ തോന്നും. പക്ഷേ ഈ ഒരു ഫോള് നടക്കുമ്പോൾ, ഈ ഒരു ക്രാഷെങ്ങാനും നടന്നു കഴിഞ്ഞാൽ, അത്തരത്തിൽ വലിയ ക്രാഷൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ന്യൂസിലും ഇൻഫ്ലുവൻസേഴ്സും എല്ലാവരും പിന്നെ വന്ന് പറയുന്നുണ്ടാവുക മാർക്കറ്റ് അപ്പം എന്തായാലും റീസണബിൾ ആയിട്ടുള്ളൊരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ടാവുമല്ലോ, ആ ഒരു പ്രശ്നം ഇപ്പം അടുത്തൊന്നും സോൾവ് ആവില്ല, ഇല്ല പൈസ വെച്ച് മാറുക, ആ പൈസ ഗോൾഡിലിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് എക്സിറ്റ് ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു 80% ആളുകളെങ്കിലും എക്സിറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളുള്ള നഷ്ടം ഫുള്ളായിട്ട് നമ്മൾ ഹോപ്പ് മുഴുവൻ പോയിട്ട് എക്സിറ്റ് ചെയ്യുന്നതിലേറെ നല്ലത് നമുക്ക് കുറച്ച് പൊസിഷൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നത്. നമ്മളൊരു 10 to 20 ഇയേഴ്സിനൊക്കെയാണ് നമ്മളെ ഹോൾഡിങ്സ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് തൊടേ വേണ്ട. അല്ലെങ്കിൽ ലോങ് ടേമിലേക്കാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട, താഴെ വരുന്നതനുസരിച്ച് ആഡ് ചെയ്ത് അങ്ങനെ നിന്നാൽ മതി. പക്ഷേ നമ്മളൊരു 1 year 2 yearനുള്ളിലൊക്കെ ലിക്വിഡേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിലൊരു ഡിസിഷൻ എടുക്കേണ്ട സമയമായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. എൻ്റെ ഷോർട്ട് ടൈം പൊസിഷൻസൊക്കെ വളരെയധികം കുറച്ചിട്ടുണ്ട്, വളരെയധികം കുറച്ചിട്ടുണ്ട്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസൊക്കെ മാറ്റിയിട്ടുണ്ട്, വളരെയധികം ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി എന്ന് പറഞ്ഞാൽ BPCLൊക്കെ ഞാൻ ഓൾറെഡി ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടിയ സമയത്ത് ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഹോൾഡിംഗ് ആണ്, പക്ഷേ ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ മൂവ്മെൻറ്റ് നമുക്ക് റീസെൻ്റ്ലി തന്നല്ലോ, ആ ഒരു സമയത്ത് ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തിയങ്ങാണ്ട് നമ്മുടെ പോർട്ട്ഫോളിയോ സേഫ് ആക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ പൊസിഷൻസ് എങ്ങനെ പ്ലാൻ ചെയ്യണം, പുതിയ പൊസിഷൻസ് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നിഫ്റ്റിയിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നിഫ്റ്റിയിൽ മാത്രമല്ല, നിങ്ങൾക്ക് മിഡ് ക്യാപ്പിലാണെന്നുണ്ടെങ്കിലും സ്മോൾ ക്യാപ്പിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്ട്രാറ്റജിനെ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. സ്ട്രാറ്റജി എന്ന് പറയുന്നത് സിമ്പിളാണ്. നമ്മളിപ്പം നിഫ്റ്റിയിൽ ഇപ്പോൾ കറൻ്റ്ലി നിഫ്റ്റി നിൽക്കുന്നത് 100 മൂവിങ് ആവറേജ് ലെവലിലാണ്, ഏകദേശം ഈ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. ഞാൻ സ്ക്രീനൊന്ന് ചെറുതാക്കാം, ഫേസിൻ്റെ സ്ക്രീൻ ചെറുതാക്കാം. സോ ഏകദേശം ഈ ഒരു പോയിന്റിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യുക, അതായത് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു പ്ലാനിങ്ങിൽ എക്സിറ്റ് ചെയ്യുക. എന്നിട്ട് പുതിയ എൻട്രി അപ്പോൾ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ പുതിയ എൻട്രി പോവാം. അതായത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ ഒരു ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആളുകൾ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിന് വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല, കുറച്ച് കാലം കൂടെ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോകും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. കാരണം എന്താ, ഈ ഒരു വലിയ രീതിയിൽ സെല്ലിങ് നടക്കുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹയർ ലെവലിലേക്ക് എത്തുമ്പോഴേക്കും അടുത്ത സെല്ലിങ് വീണ്ടും വരും, ഹയർ ലെവലിലേക്ക് എത്തുമ്പോഴേക്കും അടുത്ത സെല്ലിങ് വീണ്ടും വരും, അങ്ങനെ സെല്ലിങ് അങ്ങനെയാണ് താഴോട്ട് പോവുക. ബെയർ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി പിന്നീട് അങ്ങനെയല്ല പോവുക. ഇപ്പോൾ അത്യാവശ്യം കൺസോൾട്ടേഷൻ ഓൾറെഡി ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ബെയർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഇനി കുറച്ചും കൂടെ അഗ്രസീവ് ആയിരിക്കും സെല്ലിങ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അഗ്രസീവ്നെസ് ഇല്ല എന്ന് തോന്നുന്ന സമയത്തും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതെങ്ങനെ തോന്നുക, ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് വാല്യുവേഷൻ കുറച്ച് കുറയുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വാല്യുവേഷൻ കുറയുന്ന സമയം എന്ന് പറയുന്നത് 200 മൂവിങ് ആവറേജിലേക്ക് ഇനി ഇൻഡെക്സ് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഓട്ടോ സെക്ടറിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോ സെക്ടർ 200 മൂവിങ് ആവറേജിലേക്ക് എത്തുമ്പോൾ എല്ലാ സെക്ടറിലും ഈ ഒരു പോയിന്റിലായിരിക്കില്ല നിൽക്കുന്നത്, പക്ഷേ നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. അപ്പോൾ 200 മൂവിങ് ആവറേജോ അല്ലെങ്കിൽ 500 മൂവിങ് ആവറേജ് എടുക്കാം. ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി നിൽക്കുന്നതിൻ്റെ താഴെ 200 500 മൂവിങ് ആവറേജ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നടത്തുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണ്, ഓൾറെഡി ഈ ഒരു സ്റ്റോക്ക് ഒരുവിധം സ്റ്റോക്കുകളൊക്കെ ഡൗൺ സൈഡിലേക്ക് എത്തി വാല്യുവേഷൻ കുറഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷനിലേക്ക്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മളിപ്പോൾ ഇനി ഇൻവെസ്റ്റ് ചെയ്താലും വീണ്ടും താഴോട്ട് പോയാലും നമുക്ക് ആവറേജ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോഴെങ്കിലും ഇതിൻ്റെ മുകളിലോട്ട് എന്താണെങ്കിലും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കും കുറച്ചുകൂടെ താഴോട്ട് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ രണ്ടോ കാര്യമാണ് ഞാൻ പറയുന്നത്, ഒന്ന് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 200 മൂവിങ് ആവറേജ് നമ്മൾ ലോവർ ലെവലിലുള്ള ഒരു മൂവിങ് ആവറേജിലേക്ക് എത്തുമ്പോഴും ഇൻവെസ്റ്റ് ചെയ്തോ. ഈ രണ്ട് ഓപ്പർച്യൂണിറ്റികളാണ്, അല്ലെങ്കിൽ ഈ ഒരു രണ്ട് രീതിയിലാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്കും പ്ലാൻ ചെയ്യാം. സോ താങ്ക് യു.